മിട്ടു കിളി പിന്നെ ആ കാട്ടിലുള്ള 2 കുരുവികൾ ചുന്നും മുന്നോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരിക്കലും പരാജയത്തിന് കീഴടങ്ങാൻ പാടില്ല. അങ്ങനെ കീഴടങ്ങിയാൽ നമ്മുടെ ബലം നശിക്കും. ബലമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഭീരുവാകാൻ പാടില്ല. പക്ഷെ മിട്ടു അപ്പൂപ്പ, നമ്മുടെ തോൽവി സമ്മതിച്ചാൽ എന്താ? അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ പ്രയത്നിക്കുന്നവർ തോറ്റു പോവുകയേയില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യണം. എന്നാലേ നമുക്ക് വിജയം കിട്ടൂ. അപ്പൂപ്പ, ശരിക്കും ധൈര്യത്തോടെ പണിയെടുത്താൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ലേ? ആ, ഉറപ്പായും. ധൈര്യത്തോടെ ജോലി ചെയ്താൽ നമ്മൾ തോറ്റുപോകില്ല. വരൂ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ആഹാ, തീർച്ചയായും. ഞങ്ങൾ 2 പേരും നിങ്ങളുടെ കഥ കേൾക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കഥകൾ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്കത് നല്ല ധൈര്യവും നൽകും. പ്ലീസ്, നിങ്ങൾ ഞങ്ങൾക്കൊരു കഥ പറയാമോ? ഒരിക്കൽ എന്ത് സംഭവിച്ചെന്നാൽ, കാട്ടിൽ ഒരു ചീൻ കുരുവിയുണ്ടായിരുന്നു. അതിന്റെ ചിറകുകൾ ചെറുപ്പം മുതലേ ചെറുതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചീൻ കുരുവി അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്റെ ചിറക് എത്ര ചെറുതാണ്. എനിക്ക് പറക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാ പറവകൾക്കും വലിയ വലിയ ചിറകുകൾ ഉണ്ടല്ലേ, പക്ഷെ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തെ? ഇവിടെ നോക്കുമോളെ, നീ എപ്പോ വലുതായി വളരുന്നോ അപ്പൊ നിന്റെ ചിറകും വലുതായി വളരും. അതുകൊണ്ട് നീ അതൊന്നും ചിന്തിക്കണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞ് ചീൻ കുരുവി വലുതായി വളർന്നു. പക്ഷെ അതിന്റെ ചിറക് മാത്രം വളർന്നില്ല. പറക്കാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അതിനെ കൊണ്ട് പറക്കാനേ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കാട്ടിൽ ഒരുപാട് ദൂരം പറക്കാനുള്ള കോമ്പറ്റീഷൻ തുടങ്ങി. അതിന്റെ കണ്ടീഷൻ എന്തെന്നാൽ, ആരാണോ ഒരുപാട് ദൂരം പറക്കുന്നേ അവർക്കാണ് സമ്മാനം. ചീൻകുരുവി അതിന്റെ അമ്മ മിങ്കിയോട് പറഞ്ഞു, അമ്മേ, എനിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കണം. എല്ലാരെ പോലെയും ഞാനും ഒരുപാട് ദൂരം പറക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ട എല്ലാ പറവകളും ചിരിച്ചു. വ്യത്യസ്തമായ എല്ലാരും സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, ഈ ചീൻകുരുവി എങ്ങനെ പറക്കാനാ? ഇതിനെ കൊണ്ട് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ചെറിയ ചിറകുകൾ വെച്ച് ഇത് എങ്ങനെ പറക്കാനാണ്? ഇത് കേട്ട് ചീൻകുരുവി ഒരുപാട് വിഷമിച്ചു. അപ്പോ അവളുടെ അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോള്, ധൈര്യമായി നമ്മൾ പോരാടിയ തീർച്ചയായും നമ്മൾ ജയിക്കും. ആരൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞാലും അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നീ ചെയ്യേണ്ടത് ലക്ഷ്യബോധത്തോടെ കഠിനമായി ചെയ്യേ. ചീൻകുരുവിക്ക് തന്റെ അമ്മ പറഞ്ഞത് നന്നായി മനസ്സിലായി. അപ്പൊ അത് ഇരുട്ടിൽ ആരും അറിയാതെ പറക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവൾ രാത്രി പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു മൂങ്ങ വന്നു. അത് അവളോട് പറഞ്ഞു, ചീൻ കുരുവിയെ, ഈ രാത്രി നീ എങ്ങോട്ടാ മോളെ പറക്കുന്നത്? എന്നോട് പറയൂ മോളെ. മൂങ്ങ അങ്കിൾ, എനിക്ക് റേസിൽ പറക്കണം. നിങ്ങൾക്കറിയില്ലേ, എല്ലാ പക്ഷികളും എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ജയിച്ച എല്ലാവർക്കും മറുപടി പറയണം. അയ്യോ, നിന്റെ ചിറകുകൾ വളരെ ചെറുതാ. നിനക്ക് എങ്ങനെ റേസിൽ പങ്കെടുക്കാൻ പറ്റും? അത് ജയിക്കുന്ന സ്വപ്നം നീ ഉപേക്ഷിക്കും മോളെ. മൂങ്ങ അങ്കിൾ, ധൈര്യമായിരിക്കുന്നവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതെന്റെ അമ്മ പഠിപ്പിച്ചു തന്നതാ. നീ യഥാർത്ഥത്തിൽ വളരെ വലിയ ധൈര്യശാലിയാണ്. ഞാൻ നിന്നെ സഹായിക്കാം. നീ റേസിൽ ജയിക്കുന്നത് പോലെ ആക്കാം. ചീൻകുരുവി ഒരുപാട് സന്തോഷപ്പെട്ടു. ചാടിക്കൊണ്ടേ മൂങ്ങയോട് ചോദിച്ചു, എങ്ങനെ? നിങ്ങളെ കൊണ്ട് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും മൂങ്ങ അങ്കിൾ? എന്തെന്നാൽ എനിക്കറിയാം, ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണെന്ന്. അമ്മ എനിക്ക് എത്രയോ വൈദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ നോക്ക്, എനിക്ക് ഒരുപാട് വയസ്സായി. എന്റെ ചിറകുകൾ ഇനി ഒന്നിനും കൊള്ളില്ല. ഒരു കാര്യം ചെയ്യാം. നീ എന്റെ ചിറകുകൾ കൊണ്ട് നിനക്ക് ചിറകുണ്ടാക്ക്. അതുപയോഗിച്ച് ഉയരത്തിൽ പറക്ക്. അതിനുവേണ്ടി ഞാൻ സഹായിക്കാം. അത് കഴിഞ്ഞ് മൂങ്ങ ചീൻകുരുവിക്കായി ഭംഗിയായി ചിറകുകൾ ഉണ്ടാക്കി. പിന്നെ മരത്തിൽ നിന്ന് ഗം കൊണ്ടുവരാൻ പറഞ്ഞു. ചീൻകുരുവി മരത്തിലുള്ള ഗമ്മ് കൊണ്ടുവന്നു. അപ്പൊ മൂങ്ങ അങ്കിൾ അദ്ദേഹം ഉണ്ടാക്കിയ ചിറകുകൾ ചീൻകുരുവിയുടെ ചിറകുകൾക്കൊപ്പം ഒട്ടിച്ചു കൊടുത്തു. ഇതാ, ജോലി തീർന്നു. ഇപ്പോൾ നീ റേസിൽ വിജയിക്കാൻ പോകുന്നു. എല്ലാവരെയും നീ നിന്റെ കഴിവുകൾ കാണിക്കേ. പോയി വിജയിച്ച് ഈ മൂങ്ങ അങ്കിളിനെ അഭിമാനം കൊള്ളിക്കേ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി മൂങ്ങ അങ്കിൾ. ഞാൻ തീർച്ചയായും നിങ്ങളുടെ മാനം രക്ഷിക്കും. ഞാൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ ജയിച്ചു കാണിക്കും. നീ ഉറപ്പായും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ പോയി ആ ആകാശത്തിൽ ഒന്ന് ചുറ്റി വളഞ്ഞു വാ. അടുത്ത ദിവസം റേസ് സ്റ്റാർട്ടായി. എല്ലാ പറവകളും അവിടെ എത്തിയിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ സംസാരിച്ചു,
തീൻകുരുവി വന്നതേയില്ല. എനിക്ക് തോന്നുന്നു അതിന് മനസ്സിലായി കാണും അതിനെ കൊണ്ട് പറക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അത് റേസിന് പങ്കെടുക്കാത്തത്. അവരെല്ലാവരും അങ്ങനെ സംസാരിക്കുമ്പോൾ ചീൻകുരുവി വലിയ വലിയ ചിറകോടി പറന്ന് അവിടെ വന്ന് ഇരുന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് ചീൻകുരുവി തന്റെ വലിയ ചിറകുകൾ കൊണ്ട് ഒരുപാട് ഉയരത്തിൽ പറന്നു. വേഗത്തിൽ പോയി വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പൊ അത് കണ്ട പറവകളെല്ലാം അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഉറപ്പായും ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുന്നവർ തോറ്റു പോവുകയേയില്ല. അത് ഈ ചീൻകുരുവി നമ്മളെ ഒരു പാഠമായി പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഈ കഥയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പൂപ്പ, ഞങ്ങൾ പഠിച്ചു. സത്യത്തിൽ ധൈര്യമായി എന്ത് ചെയ്താലും നമ്മൾ തോൽക്കുകയില്ല. നമ്മൾ ലക്ഷ്യബോധത്തോടെ എന്ത് ജോലിയും ചെയ്താലും ശരി, ദൈവം ഏതെങ്കിലും ഒരു വഴിയിൽ തീർച്ചയായും നമുക്ക് സഹായം ചെയ്യും. എങ്ങനെ ചീൻകുരുവിക്ക് മൂങ്ങ വന്ന് തന്റെ ചിറകുകൾ നൽകിയോ അങ്ങനെ.